നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിൽ മാതൃക തീർത്ത കുടുംബശ്രീ വിപണന രംഗത്ത് വൻകുതിപ്പിലേക്ക് ഒരുങ്ങുകയാണെന്ന് മന്ത്രി എം പി രാജേഷ്. തൃത്താല ബ്ലോക്കിലെ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംരംഭക സംഗമവും 2000 സംരംഭങ്ങളുടെ പ്രഖ്യാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നല്ല മികച്ച പ്രവർത്തനം തന്നെയാണ് SVEPയുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത്. ധാരാളം വൈവിധ്യമാർന്ന സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ബേക്കറികളുണ്ട്, ബ്യൂട്ടി പാർലറുണ്ട്. ഒരു ബ്യൂട്ടി പാർലർ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തെന്ന് എനിക്ക് ഓർമ്മയില്ല. നാടൻ മുറിച്ചിട്ടാണ് കേട്ടോ, വേറെ അല്ല. നാടൻ മുറിച്ച് ഒരു ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് വീട്ടിൽ തന്നെയാണ്. ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടോ? ആളുണ്ടോ? ഒരു വീട് തന്നെ ഒരു ഭാഗം സംരംഭമാക്കി മാറ്റിയത്. ബൈക്ക് റിപ്പയറിംഗ്, ബോട്ടിക്, അതുപോലെ കാറ്ററിംഗ്, സിമെൻറ്റ് പ്രോഡക്റ്റ് മേക്കിംഗ്, പാലുൽപ്പന്നങ്ങൾ, പിന്നെ മുട്ട, ജൈവവളം, പലതരത്തിലുള്ള ഫുഡ് പ്രോഡക്ട്സ്, ഫർണിച്ചർ ഷോപ്പുണ്ട്, കരകൗശല ഉൽപ്പന്നങ്ങൾ, ഹോം ഷോപ്പ്, ഹോട്ടൽ, ജ്വല്ലറി പ്രോഡക്റ്റ്, കറി പൗഡർ യൂണിറ്റ്, വെൽഡിംഗ്, ടൈലറിംഗ്, പിന്നെ ആക്രി, റൈസ് മിൽ, സലൂൺ, ഗാർമെൻറ്റ്സ്, റീപാക്കിംഗ്, ഇങ്ങനെ പലതരത്തിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കുടുംബശ്രീ സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വിദേശ വിപണി ലക്ഷ്യമാക്കി ആരോഗ്യപ്രദമായ ഉൽപ്പന്നങ്ങളാണ് കുടുംബശ്രീ തയ്യാറാക്കുന്നത്. ഇതോടെ ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യതയും വർദ്ധിക്കുകയാണ്. കുടുംബശ്രീയുടെ കരുത്ത് നമ്മൾ തിരിച്ചറിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ കാർഷിക സംരംഭക യൂണിറ്റുകൾ കുടുംബശ്രീ KNM ബ്രാൻഡ് നാമത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെയും പറമ്പിക്കുളം വണ്ടാഴി മേഖലയിലെ തദ്ദേശ വനിതകൾ പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഗാർമെന്റ് ബ്രാൻഡായ ട്രൈബാൻഡിന്റെയും ജില്ലാതല ലോഞ്ചും മന്ത്രി നിർവഹിച്ചു. വാവനൂർ ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ TV നിഷ അധ്യക്ഷയായി. സംസ്ഥാന മിഷൻ അഗ്രി പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ S ഷാനവാസ് പദ്ധതി വിശദീകരിച്ചു. കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ PB സുഭാഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ P ഉണ്ണികൃഷ്ണൻ, SVP തൃത്താല ബ്ലോക്ക് മെമ്പർ രജനി, BNSCP ചെയർപേഴ്സൺ ലീന രവി, CDS ചെയർപേഴ്സൺമാർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാർച്ച് 1 ഞായറാഴ്ച നടക്കുന്ന ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരമഹോത്സവത്തിന്റെ ഭാഗമായി കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ വകുപ്പ് മേധാവികളുടെയും പ്രാദേശിക ഉത്സവാഘോഷ കമ്മിറ്റിക്കാരുടെയും സംയുക്ത യോഗം ചേർന്നു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്രത്തിന് സമീപത്തുള്ള രുക്മിണി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KK മുരളിയുടെ അധ്യക്ഷതയിൽ ഷൊർണൂർ DYSP സാജു K എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ M മഹേന്ദ്രസിംഹൻ പ്രാദേശിക ഉത്സവാഘോഷ കമ്മിറ്റിക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ഗ്രാമപഞ്ചായത്ത് അംഗം സജീഷ് കളത്തിൽ, ക്ഷേത്രമൂരാളൻ തത്താണത്തുമന നാരായണൻ നമ്പൂതിരി, ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ S ശ്രീലാൽ, സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ KA രാമകൃഷ്ണൻ, NK രാജീവ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PC ജനാർദ്ദനൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KM ആനന്ദ്, ചാലിശ്ശേരി വില്ലേജ് ഓഫീസർ K രാജേഷ്, ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ A ബാലചന്ദ്രൻ, കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി രക്ഷാധികാരി രാജൻ പുലിക്കോട്ടിൽ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ വർഷത്തെയും പോലെ പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെയും വിവിധ വകുപ്പ് അധികാരികളുടെയും മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് ചരിത്രപ്രസിദ്ധമായ പൂരത്തലേന്ന് നടക്കുന്ന പൂരവാണിഭവും മാർച്ച് 1 നടക്കുന്ന ഉത്സവവും ഭംഗിയായ രീതിയിൽ ആഘോഷിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ സംയുക്ത യോഗം തീരുമാനിച്ചു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരത്തിന് 3 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തി കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 2 രാത്രി 12 മണി വരെയാണ് ഇൻഷുറൻസ് സുരക്ഷ ലഭിക്കുക. 3 കോടിയോളം രൂപയുടെ ഇൻഷുറൻസ് കവറേജാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ 7 കിലോമീറ്റർ ചുറ്റളവിൽ 5 ദിവസത്തേക്കാണ് ഇതിന്റെ പരിരക്ഷ നിലനിൽക്കുക. പൂരാഘോഷ സമയത്തുണ്ടാകുന്ന അപകടങ്ങൾ, തീപിടുത്തം പോലുള്ളവയിൽ നിന്നും പൊതുജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയത്. കൂടാതെ പൂരത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട്, പൂരം വരവുകൾ, കലാപരിപാടികൾ എന്നിവയ്ക്കിടയിൽ പൊതുജനങ്ങളുടെ സുരക്ഷയൊരുക്കാൻ പോലീസ്, ഫയർഫോഴ്സ്, മെഡിക്കൽ യൂണിറ്റ് എന്നിവയുടെ സേവനവുമുണ്ടാകും.
തളി വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 25 മുതൽ മാർച്ച് 6 വരെയാണ് ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പിലാക്കാട് ദേശക്കാർ കൊടിമരം കൊണ്ടുവരികയും ഇരുങ്കുറ്റൂർ ദേശത്തെ മൂത്താശാരി കൊടിമരം ചെത്തുകയും ചെയ്ത ശേഷം കർമ്മങ്ങൾ ആരംഭിച്ചു. വൈകിട്ട് 6-ന് കേളി, ഭജന, സമ്പൂർണ്ണ നെയ്വിളക്ക് എന്നിവയുണ്ടായി. രാത്രി 10-ന് കൊടിയേറ്റവും തുടർന്ന് വെടിക്കെട്ടും നടന്നു. ശേഷം കളമ്പാട്ടിന് കൂറയിട്ടു. 6-ാം ദിവസമായ മാർച്ച് 2-ന് വൈകിട്ട് ദേശമംഗലം, കൊട്ടിപ്പാറ, തലശ്ശേരി ദേശക്കാരുടെ വേലവരവ് നടക്കും. തലയെടുപ്പുള്ള കുമ്പന്മാരും പഞ്ചവാദ്യം, മേളം, തിറ, പൂതൻ എന്നിവയും ഉണ്ടായിരിക്കും. 7 മണിക്ക് കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ക്ഷേത്രോത്സവ ദിനങ്ങളിൽ ശങ്കരനാരായണൻ അടിമകളുടെ മുഖ്യകാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ, താന്ത്രിക ചടങ്ങുകൾ, നവകം, പഞ്ചഗവ്യം, കാഴ്ചശീവേലി, ശ്രീഭൂതബലി, കളമെഴുത്തുപാട്ട് എന്നിവയും ഉണ്ടായിരിക്കും. കൂടാതെ കേളി, നാദസ്വരം, തായമ്പക, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയും പ്രഭാത ഭക്ഷണവും പ്രസാദവൂട്ടും ഉണ്ടായിരിക്കും. മാർച്ച് 6-ന് ആറാട്ടോടെയാണ് ഉത്സവത്തിന് സമാപനമാകുക. ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തിപ്രഭാഷണങ്ങൾ, ഭജന തുടങ്ങിയവയും വൈവിധ്യമാർന്ന കലാപരിപാടികളുടെ അവതരണവും ഉണ്ടായിരിക്കും. പട്ടാമ്പി മണ്ഡലത്തിൽ 5 കുളങ്ങൾ 8 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്നു. ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. MT വാസുദേവൻ നായരുടെ ഓർമ്മയ്ക്കായാണ് പദ്ധതിയെന്നും MLA സൂചിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. പട്ടാമ്പി മണ്ഡലത്തിൽ വിവിധ കുളങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി 8 കോടി രൂപ അനുവദിച്ചിരുന്നു. നമ്മുടെ കുളങ്ങളുടെ സൗന്ദര്യവൽക്കരണം നടത്താനും ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. മാത്രമല്ല, നമുക്കറിയാം പല കുളങ്ങളും ജനകീയമായി നാട്ടുകാരെ ഏറ്റെടുത്ത് അത് നവീകരിക്കാനുള്ള ഫണ്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട 5 കുളങ്ങൾ കൊടുമുണ്ടക്കുളം കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ, അതോടൊപ്പം തന്നെ എരങ്ങോട്ടുകുളവും കൊപ്പം ഗ്രാമപഞ്ചായത്തിലാണ്, എടലക്കുളം മുതുതല ഗ്രാമപഞ്ചായത്തിൽ, കണ്ടംകുളം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ, വണ്ടുന്തറക്കുളം നമ്മുടെ കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ. ഇത്രയും കുളങ്ങൾ നവീകരിക്കുന്നതിന് 8 കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചു. അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ഭരണാനുമതിയും കിട്ടി. ഇപ്പോൾ ടെൻഡറിലേക്ക് കടന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ പ്രിയപ്പെട്ട വിശ്വസാഹിത്യകാരൻ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന MTക്ക് ആദരവായിട്ട് കൂടിയാണ് ഈ കുളങ്ങൾ നവീകരണത്തിൻ്റെ പദ്ധതി സമർപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ പട്ടാമ്പി മണ്ഡലത്തിൽ നിരവധി കുളങ്ങൾ നവീകരിച്ചിരുന്നു. അതിൽ പെരിക്കാട്ടുകുളം, ആനങ്ങാട്ടുകുളം, അതുപോലെ അറക്കുളം, മാടായിക്കുളം, നമ്മുടെ കാരക്കുളം അടക്കമുള്ള കണ്ണാടിച്ചിക്കുളം അടക്കമുള്ള കുളങ്ങളുടെ നവീകരണം പൂർത്തീകരിച്ചതിൻ്റെ ഫോട്ടോസ് നമ്മുടെ മാതൃഭൂമി റിപ്പോർട്ടറായിട്ടുള്ള രവീന്ദ്രൻ മാഷ് MTയെ കാണിച്ചിരുന്നു. ആ ഫോട്ടോസ് കണ്ടപ്പോൾ MTക്ക് ഏറെ സന്തോഷം തോന്നി. ആ സന്തോഷം MT പ്രകടിപ്പിക്കുകയും ചെയ്തു എന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഈ 8 കോടി രൂപയുടെ കുളങ്ങൾ നവീകരിക്കുന്നത് MTക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ചത്. തീർച്ചയായിട്ടും ഈ കുളങ്ങൾ നവീകരിച്ചു കഴിഞ്ഞാൽ, സൗന്ദര്യവൽക്കരണവും നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട MTക്ക് ഏറെ സന്തോഷം ഉണ്ടാകുന്ന, അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ വന്ന വള്ളുവനാടൻ്റെ ആ ഒരു ചിത്രം നമുക്ക് കാണിക്കാൻ കഴിയുന്ന രീതിയിൽ മനോഹരമായ കുളങ്ങളായിട്ട് ഇത് മാറും എന്നതിന് സംശയമില്ല. അപ്പോൾ അത് ടെൻഡറിലേക്ക് പോയി എന്നതാണ്. ഇനി കരാറുകാർ എടുത്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്ക് ഇതിൻ്റെ വർക്ക് ആരംഭിക്കാൻ കഴിയും. നാട്ടിൻപുറങ്ങളിൽ അപൂർവമായി മാത്രം കണ്ടുവരുന്ന മലയണ്ണാൻ ജനവാസ മേഖലയിലെത്തിയത് നാട്ടുകാർക്ക് കൗതുകമായി. ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിക്ക് സമീപമുള്ള പറമ്പിലാണ് മലയണ്ണാനെ കണ്ടത്. പശ്ചിമഘട്ടത്തിലെ നിബിഡ വനങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഇവയെ അടുത്ത കാലത്തായി മരങ്ങൾ ധാരാളമുള്ള കാവുകളിലും പുരയിടങ്ങളിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സാധാരണ കാണുന്ന അണ്ണാനുകളിൽ നിന്ന് കറുപ്പും മെറൂണും കലർന്ന ശരീരവും രോമങ്ങൾ നിറഞ്ഞ നീളമേറിയ വാലുമാണ് ഉള്ളത്. 2 അടിയിലധികം നീളം വയ്ക്കുന്ന ഇവയുടെ പ്രധാന ആഹാരം പഴങ്ങളും മരത്തൊലികളും വിത്തുകളുമാണ്. CPM നാഗലശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗവും KSTA സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന MK നാരായണൻ മാസ്റ്ററെ അനുസ്മരിച്ചു. പിലാക്കാട്ടേരി സാംസ്കാരിക നിലയം അങ്കണത്തിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി ചെയർമാൻ K പരമേശ്വരൻ അധ്യക്ഷനായി. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ TV നിഷ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M രജീഷ, ഗ്രാമപഞ്ചായത്ത് അംഗം PP ലീല, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് K ജനാർദ്ദനൻ, DYFA സംസ്ഥാന കമ്മിറ്റി അംഗം AK ഷാനിബ്, KSTA ജില്ലാ നിർവാഹക സമിതി അംഗം E ബാലകൃഷ്ണൻ, VP രാജൻ വലിയപുരയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് പ്രാദേശിക കലാകാരന്മാരുടെ
ഗാനാഞ്ജലിയും അരങ്ങേറി. ഇതാണ് നമ്മുടെ നാട്ടിലെ മറ്റൊരു പ്രശ്നം. സറണ്ടർ ചെയ്യാന്ന് പള്ളി പറയും. എല്ലാ സ്വീകാര്യങ്ങളും സറണ്ടറില്ല, കീഴടങ്ങല്ല. എല്ലാ മറ്റേ അമിക്കബിൾ സെറ്റിൽമെന്റ് എന്ന് പറയുന്നതും കീഴടങ്ങല്ല. നിങ്ങളൊരു കാര്യം, എത്ര ശക്തമായ പാറയാണ്, പാറയുടെ മുകളിലൂടെ വെള്ളം ശാന്തമായി ഒഴുകുന്ന വെള്ളം പാറയിൽ തകർന്നു. അത് പാറയുടെ മുകളിലൂടെ നിരന്തരമായി ട്രൈ ആൻഡ് ട്രൈ വീണ്ടും ഇടപെടുന്നു. ഈ വെള്ളം ഇങ്ങനെ ഇടപെട്ടുകൊണ്ട് അനുസൃതമായി അവിരാമമായി ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ഇടപെടുന്നു. മന്ത്രി നയിച്ചിട്ടും പോലീസ് തോറ്റു. കൂറ്റനാട് നടന്ന സൗഹൃദ ഫുട്ബോൾ പോരാട്ടത്തിൽ തൃത്താല പോലീസിനെ വീഴ്ത്തി വെറ്ററൻസ് FC പെരിങ്ങോട് ജേതാക്കളായി. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ നടന്ന ആവേശകരമായ മത്സരത്തിൽ തൃത്താല പോലീസ് ടീമിനെ നയിച്ചത് മന്ത്രി MB രാജേഷ് ആയിരുന്നു. ടീം ക്യാപ്റ്റനായി മന്ത്രി തന്നെ മുന്നിൽ നിന്ന് പന്തു തട്ടിയതോടെ ഗാലറിയിലും ആവേശം ഇരട്ടിച്ചു. മികച്ച പ്രതിരോധവും മുന്നേറ്റങ്ങളുമായി തൃത്താല പോലീസ് ടീം മൈതാനത്ത് നിറഞ്ഞു കളിച്ചെങ്കിലും വെറ്ററൻസ് പെരിങ്ങോടിൻ്റെ കൃത്യതയാർന്ന നീക്കങ്ങൾക്ക് മുന്നിൽ തോൽവി സമ്മതിക്കേണ്ടി വന്നു. സ്കോർ നിലയിൽ പരാജയപ്പെട്ടെങ്കിലും മന്ത്രിയുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും പ്രകടനം മൈതാനത്ത് വലിയ ആവേശമാണ് സൃഷ്ടിച്ചത്. പട്ടാമ്പിയിൽ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്സ് പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഡിയോ ദിനാചരണം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് റേഡിയോ ശ്രോതാക്കളുടെ സംഗമവും റേഡിയോ വിതരണവും നടത്തി. കേരളത്തിലെ കാഴ്ചയില്ലാത്തവരുടെ സർഗോത്മകമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംസ്ഥാനതല സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. അന്തർദേശീയ റേഡിയോ ദിനാചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും സഹകരണത്തോടു കൂടിയാണ് റേഡിയോ ദിനാചരണം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് കാഴ്ച പരിമിതർക്കുള്ള റേഡിയോ വിതരണവും റേഡിയോ ശ്രോതാക്കളുടെ സംഗമവും ഒരുക്കി. മേലെ പട്ടാമ്പിയിൽ നടന്ന സംഗമം സൗത്ത് ഇന്ത്യൻ ബാങ്ക് പാലക്കാട് AGM അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന വേദികൾ എന്ന് പറയുന്നത് ഇതുപോലത്തെ ബാങ്കിന്റെ CSR ആക്ടിവിറ്റികളുടെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന വേദികൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു വേദി ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് തോന്നാം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് വിചാരിക്കും എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തൃശ്ശൂർ ആസ്ഥാനമായി 1929 പ്രവർത്തനം തുടങ്ങിയ ഒരു ബാങ്കാണ്. ഇത് ഇന്ത്യ മുഴുവൻ ഏകദേശം 950ഓളം ബ്രാഞ്ചുകളുള്ള ഒരു ബാങ്കാണ്. അപ്പോൾ അതിൽ പാലക്കാട് ജില്ലയുടെ ചുമതല വഹിക്കുന്നത് ഞാനും ഒറ്റപ്പാലം ക്ലസ്റ്ററിന്റെ, അതായത് ഒരു 15 ബ്രാഞ്ചുകളുടെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് പ്രസാദുമാണ്. അപ്പം ഞങ്ങൾക്ക് ഈ സംഭവത്തിലേക്ക് ഞാൻ എത്തിപ്പെടാനുണ്ടായ കാര്യം നമ്മുടെ മാഷ് പറഞ്ഞതുപോലെ, നിങ്ങൾ ചന്ദ്രൻ മാഷ് എന്ന് വിളിക്കുന്ന രാമേന്ദ്രൻ മാഷ് എന്ന് വിളിക്കുന്ന, ഞാൻ ചന്ദ്രമാമൻ എന്ന് വിളിക്കുന്ന രാമേന്ദ്രൻ മാഷ് ധ്രുവാണ്. ഈ സംഭവം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പൊതുവെ എല്ലാ വർഷങ്ങളിലും ഒരുപാട് CSR ആക്ടിവിറ്റീസ്, CSR എന്ന് കേട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കമ്പൽസറി സോഷ്യൽ സർവീസ് എന്ന് പറയുന്ന ബാങ്കിന്റെ ലാഭവിഹിതത്തിൽ ഒരു വിഹിതം നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യണം എന്ന് ഗവൺമെന്റ് മാൻഡേറ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇൻകം ടാക്സ് അടക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായും എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ ചെയ്യാറുണ്ട്. പൊതുവേ ചെയ്തു വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ട് വല്ല സ്കൂളുകളിലോ കോളേജുകളിലോ സപ്പോർട്ട് കൊടുക്കും. അപ്പൊ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും അക്കൗണ്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ മറ്റ് ഹോസ്പിറ്റലുകൾക്ക് ആംബുലൻസിന്റെ കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് പൊതുവെ. ജില്ലാ പ്രസിഡന്റ് VN ചന്ദ്രമോഹൻ അധ്യക്ഷനായിരുന്നു. താലൂക്ക് കമ്മിറ്റി V മുരളീധരൻ ചേരാമംഗലം റേഡിയോ ദിന സന്ദേശം നൽകി. C പഴനിയപ്പൻ, മോഹൻ ചെറപ്പറമ്പിൽ, CR രാമചന്ദ്രൻ, K രാജേഷ്, CS ലംബോദരൻ, MK ഷെരീഫ്, K മണികണ്ഠൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ P സീമ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി ഏരിയയുടെ 39ാം വാർഷിക സമ്മേളനമാണ് പട്ടാമ്പി നക്ഷത്ര റീജിയൻസിൽ വെച്ച് സംഘടിപ്പിച്ചത്. രാവിലെ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ജ്യോതികുമാർ പതാകോരത്തിലൂടെ സമ്മേളനത്തിന് തുടക്കമായി. തുടർന്ന് നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ P സീമ ഉദ്ഘാടനം ചെയ്തു. ഒരു ഇടതുപക്ഷ സംഘടന എന്നുള്ള നിലയിൽ, ഇടതുപക്ഷ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ലോകത്തെയും രാജ്യത്തെയും പ്രാദേശികമായിട്ടുള്ളതും അതുപോലെ ജീവനക്കാരെ ബാധിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും നോക്കിക്കാണുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംഘടനാ പ്രമേയം എപ്പോഴും സർവദേശീയ പ്രശ്നങ്ങൾ, അതുപോലെ തൊഴിലാളി വർഗം എന്നുള്ള രീതിയിൽ തൊഴിലാളികളെ ബാധിക്കുന്ന ലോക തൊഴിലാളി വർഗത്തെ, അതായത് നമ്മുടെ സഹോദര
സംഘടനകളായാലും എല്ലാ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് പോകുന്ന സംഘടനാ പ്രമേയമാണ് ഈ പ്രാവശ്യവും നമുക്ക് അവതരിപ്പിക്കാനുള്ളത്. നമ്മൾ നിൽക്കുന്നത് യുദ്ധഭീതിയിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ കടന്നുകയറ്റങ്ങൾ നിരവധിയായി നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും കടന്നുകയറ്റങ്ങളും യുദ്ധങ്ങളും അതുപോലെ അരികുവൽക്കരിക്കപ്പെടുന്നവനെ അടിച്ചമർത്തുകയും ചെയ്യുന്ന പ്രതിഭാസങ്ങൾ ലോകത്ത് എല്ലായിടത്തും നടക്കുന്നതാണ്. എങ്കിൽ കൂടി ശാസ്ത്രത്തിന്റെ വികസനത്തോടുകൂടി, ശാസ്ത്രം പുരോഗമിക്കുന്നതോടുകൂടി യുദ്ധങ്ങളുടെ കെടുതികളുടെ ആഴം കൂടുക എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലാക്കുന്നുണ്ട്. ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ജ്യോതിഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ഏരിയ സെക്രട്ടറി കെ ചന്ദ്രദാസ്, ഗീത, ഉഷ, നിഖിൽ റോയ്, ഡോക്ടർ ടിങ്കിൾ സുരേന്ദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മാർച്ച് 15-16 തീയതികളിൽ പാലക്കാട് വെച്ചാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. കിഴങ്ങ് വർഗ്ഗ കൃഷി പ്രോത്സാഹനം ലക്ഷ്യമിട്ട് പട്ടാമ്പി ബ്ലോക്കിൽ കർഷക ഗ്രൂപ്പുകൾക്ക് കിഴങ്ങ് വിള കിറ്റ് വിതരണം തുടങ്ങി. ബ്ലോക്ക് തല ഉദ്ഘാടനം കൊപ്പത്ത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് നിർവഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പരിധിയിലെ പഞ്ചായത്തുകളിൽ കിഴങ്ങുവർഗ്ഗ കൃഷി പ്രോത്സാഹനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് കർഷക ഗ്രൂപ്പുകൾക്ക് കിഴങ്ങുവിള കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. ബ്ലോക്ക് പരിധിയിലെ വിവിധ പഞ്ചായത്തുകളിലായി 230 കർഷക ഗ്രൂപ്പുകൾക്കാണ് കിറ്റുകൾ നൽകുന്നത്. കിഴങ്ങുവർഗ്ഗ കൃഷി കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം. പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കൊപ്പത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് നിർവഹിച്ചു. മഞ്ഞൾ, ഇഞ്ചി, ചേന, ചേമ്പ് ഉൾപ്പെടെയുള്ള കിഴങ്ങുവിള കിറ്റാണ് നൽകുന്നത്. 7.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ പച്ചക്കറികളായാലും അതേപോലെ തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് കൊണ്ടുവരുന്ന ഒരവസ്ഥയായിരുന്നു. അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തി നേടുന്നതിനുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള 2025-26 നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വിഭാവനം ചെയ്ത ഒരു പദ്ധതിയുടെ ഈ പഞ്ചായത്തിലെ ഉദ്ഘാടനമാണ് ഇതിലാണ് നമ്മളൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. കാർഷിക രംഗത്തെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധികളായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ചേമ്പ്, ചേന, അതേപോലെ തന്നെ ഇഞ്ചി, അതേപോലെ മഞ്ഞൾ തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഒരു കൃഷി നമ്മുടെ നാട്ടിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏറ്റെടുത്ത് നടത്താൻ സഹായകരമായ അല്ലെങ്കിൽ പദ്ധതികൾ ഒക്കെ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ഇവിടെ കുടുംബശ്രീ വനിതാ ഗ്രൂപ്പുകൾക്ക് അതിനുള്ള സഹായകരമായ വിത്ത് വിതരണം ചെയ്യാനാണ് ചേമ്പ് വിത്തായാലും ചേനയായാലും അതേപോലെ തന്നെ മറ്റ് ഈ കിഴങ്ങ് വർഗ്ഗത്തിലുള്ള വിത്തുകൾ വിതരണം ചെയ്യാൻ ആണ് ആ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ കാർഷിക രംഗത്ത് കേരളം ഒരു സ്വയം പര്യാപ്തയിലേക്ക് പോകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ചടങ്ങിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV വത്സല അധ്യക്ഷയായിരുന്നു. പട്ടാമ്പി ADM K വൃന്ദ പദ്ധതി വിശദീകരണം നടത്തി. കൃഷി ഓഫീസർ NG മേഘ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V അജയഘോഷ്, KP ശ്രീജ, M രാജൻ, AK മുഹമ്മദ് അനീഫ, KV അമല, P ജാസ്നി, K ബീന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.